നമസ്കാരം. കഴിഞ്ഞ ദിവസം മറയൂർ വിഷനിലൂടെ പുറത്തുവന്ന എന്റെ പ്രതികരണം മനോവിഷമം സൃഷ്ടിച്ചതായി മുൻ കാന്തല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളിൽ ചിലർ എന്നെ മൊബൈലിൽ വിളിച്ചറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ എന്റെ പ്രതികരണത്തെക്കുറിച്ചും ഇത് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഒരു വിശദീകരണം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. പല കാര്യങ്ങൾക്കായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ മെമ്പർമാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നുള്ള എന്റെ പ്രതികരണത്തിലെ പരാമർശമാണ് എന്നെ വിളിച്ചവരിൽ മനോവിഷമം സൃഷ്ടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്റെ അറിവിലും ബോധ്യത്തിലുമുള്ള കാര്യമാണ്. നിരവധി പേർ ഈ വിവരം എന്നെ നേരിൽ അറിയിച്ചിട്ടുണ്ട്. ചിലർ മൊബൈലിൽ വിളിച്ച് ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എത്ര തുക നൽകിയെന്നുള്ള കണക്കുകൾ വരെ എന്റെ കൈവശമുണ്ട്. ഇവർ എവിടെ വേണമെങ്കിലും ഇക്കാര്യങ്ങൾ പറയാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വോട്ട് വാങ്ങി ജയിച്ച ജനപ്രതിനിധി, പഞ്ചായത്ത് മെമ്പർ ആയിക്കോട്ടെ, ഭരണ സംവിധാനത്തിൽ ഇതിനു മുകളിൽ ഉള്ളവരായിക്കോട്ടെ, ഒരു വോട്ടർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം ലഭ്യമാക്കാൻ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന സ്ഥിതി തീർത്തും വേദനാജനകമാണ്. ഇവിടെ കൈക്കൂലി വാങ്ങിയിട്ടും ആനുകൂല്യം ലഭ്യമാക്കിയില്ല എന്ന പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒന്ന് മെനക്കെട്ടാൽ ഇത്തരത്തിൽ ദുരിതം നേരിടുന്ന കൂടുതൽ പേരെ കണ്ടെത്താനാകും. അവരിലൂടെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്നവരുടെ തനി നിറം പുറത്തു കൊണ്ടുവരാനും കഴിയുമെന്ന കാര്യവും ഇവിടെ സൂചിപ്പിക്കട്ടെ. ആരാണ് കൈക്കൂലി വാങ്ങിയത് എന്ന് വ്യക്തമാക്കിയില്ല എന്നാണ് എന്നെ വിളിച്ചവരുടെ പരിഭവം. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ കരിവാരി തേക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആരുടെയും പേരുകൾ പറയാതിരുന്നത്. പിന്നെ എന്റെ പ്രതികരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞവരോട് ഒരു വാക്ക്. ഞാനും നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്നു. ആവശ്യമായ ഘട്ടത്തിൽ ഇത്തരത്തിൽ കൈക്കൂലി നൽകിയവർ കൂട്ടത്തോടെ എനിക്കൊപ്പം ഏതറ്റം വരെയും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. കൈക്കൂലി വാങ്ങിയവരുടെ പേര് വിവരങ്ങൾ എവിടെ വേണമെങ്കിലും വെളിപ്പെടുത്താമെന്ന് പണം നൽകിയവരിൽ പലരും എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. കൈക്കൂലിക്കെതിരെ ഇനിയും ഞാൻ പ്രതികരിക്കും. ഞാൻ സാധാരണക്കാരിയാണ്. പണം നഷ്ടപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ സങ്കടപ്പെടുന്നവരിൽ മിക്കവരും സാധാരണക്കാരാണ്. അവർക്കും നീതി ലഭിക്കണം. ഇതിനായി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും. നമ്മുടെ നിയമ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തും. ആനുകൂല്യങ്ങൾ ലഭിക്കാതെ സങ്കടപ്പെടുന്നവരിൽ ഒട്ടുമിക്കവരും സാധാരണക്കാരാണ്. അവർക്കും നീതി ലഭിക്കണം. ഇതിനായി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും. നമ്മുടെ നിയമ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തും. ഇത് സംബന്ധിച്ച് നടപടികൾ പുരോഗമിക്കുമ്പോൾ കൈക്കൂലിക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇക്കാര്യത്തിൽ എൻ്റെ നിലപാട്. ഏവർക്കും കൂപ്പുകൈ.